നമസ്കാരം. CPM-ൽ തന്റെ ഏകാധിപത്യ നീക്കം പരാജയപ്പെട്ട അവസ്ഥയിൽ മലബാറിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ നിലമ്പൂർ MLA PV അൻവർ മുസ്ലിം സമുദായത്തിലെ പ്രമുഖരുടെ പിന്തുണ ഇതിനായി അൻവർ തേടിയിട്ടുണ്ട്. മലബാറിൽ മുസ്ലിം ലീഗിന് ബദലാണ് ലക്ഷ്യമെന്ന് പറയുന്നുണ്ടെങ്കിലും സിമി, പോപ്പുലർ ഫ്രണ്ട് എന്നീ നിരോധിക്കപ്പെട്ട സംഘടനകളിൽ നിന്ന് CPM-ലേക്ക് കുടിയേറിയവരെ മൊത്തമായി അടർത്തിയെടുത്ത് ഒരു മുസ്ലിം തീവ്ര സംഘടന ഉണ്ടാക്കാനാണ് നീക്കമെന്നാണ് സൂചന. PV അൻവറിനൊപ്പം KT ജലീൽ MLA, കാരാട്ട് റസാഖ്, PTA റഹീം MLA എന്നിവരാണ് പുതിയ പാർട്ടി ഉണ്ടാക്കാൻ ഒപ്പമുള്ളത്. അൻവറിന്റെ നീക്കങ്ങൾക്ക് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പിന്തുണയുണ്ടെന്ന വിവരവുമുണ്ട്. ഇടതുപക്ഷത്തോട് ഇനിയും ചേർന്ന് നിൽക്കുന്നത് നഷ്ടക്കച്ചവടമാണെന്ന അൻവർ മുതലാളിയുടെ തിരിച്ചറിവാണ് പുതിയ പാർട്ടി എന്ന ബുദ്ധിയിലേക്ക് നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ച നിലമ്പൂർ MLA PV അൻവർ 2 തവണയാണ് CPM പിൻബലത്തിൽ MLA ആവുന്നത്. മന്ത്രിയാകാനുള്ള എല്ലാ നീക്കങ്ങളും പരാജയപ്പെട്ടിരിക്കെയാണ് മുഖ്യമന്ത്രിയെ പോലും ചീത്ത വിളിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത്. ഇടതുമുന്നണിയുടെയും ആഭ്യന്തര വകുപ്പിന്റെയും എന്തിന് മുഖ്യന്റെ മുഖത്ത് വരെ ചെളിവാരിയടിച്ച അൻവറിന്റെ നടപടികളിൽ മുതിർന്ന CPM നേതാക്കൾക്ക് കടുത്ത അമർഷമാണുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഇടതുമുന്നണി ഇനി അൻവറിന് സീറ്റ് കൊടുക്കാൻ സാധ്യത കുറവാണ്. പിണറായിയുടെ മരുമകൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയാൽ പിന്നെ അൻവറിന്റെ മന്ത്രിമോഹവും അസ്തമിക്കും. മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയായാൽ അൻവറിനെ പോലെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന ഒരാളെ മന്ത്രിയാക്കില്ലെന്നതും ഉറപ്പാണ്. MV ഗോവിന്ദൻ അധികാര ശ്രേണിയിലെത്തിയാലും PV അൻവറിന് സീറ്റ് ഉണ്ടാവുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. പാർട്ടിക്കുള്ളിൽ അൻവർ തുടങ്ങിവെച്ച കലാപം ഒരു നേതൃമാറ്റം ഉണ്ടാക്കിയാൽ മാത്രമാണ് നേരിയ പ്രതീക്ഷ ബാക്കിയാവുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരില്ലെന്ന പ്രതീക്ഷയിലാണ് അൻവർ. ഇടതുപക്ഷം അധികാരത്തിൽ നിന്നും പുറത്താകുന്ന രാഷ്ട്രീയ സാഹചര്യം തനിക്ക് അനുകൂലമാക്കാനാവുമെന്നും അൻവർ കണക്ക് കൂട്ടുന്നുണ്ട്. മുസ്ലിം സമുദായത്തിലെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് UDF ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. മുസ്ലിം സമുദായത്തിന്റെ ഉന്മൂലനമാണ് മോദിയുടെയും സംഘപരിവാറിന്റെയും ലക്ഷ്യമെന്ന ദുഷ്പ്രചാരണം മൂലം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നെഞ്ചോട് ചേർക്കുന്നവർ മാത്രമല്ല, സാധാരണ മുസ്ലിം പോലും മോദിയും സംഘവും ലക്ഷ്യമിടുന്നത് മുസ്ലിം സമുദായത്തിന്റെ ഉന്മൂലനമാണെന്ന് കരുതുകയാണ്. ഇതറിഞ്ഞോ അറിയാതെയോ വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടി വരികയുമാണ്. പൗരത്വ ഭേദഗതി നിയമം അടക്കമുള്ളവ ഇതിനു വേണ്ടിയുള്ള തുടക്കമാണെന്നാണ് ചിന്തിക്കുന്നവരാണ് ഏറെയും. കേരളത്തിലെ മുസ്ലിം വോട്ട് ബാങ്ക് പിണറായിയിലൂടെ ഇടതുപക്ഷത്തിന് സ്വന്തമാണ്. ബഹുഭൂരിപക്ഷത്തിന്റെ താല്പര്യങ്ങളെ ത്യജിച്ച് ചോരയും നീരും വിയർപ്പാക്കി പിണറായി സമ്പാദിച്ച് കൂട്ടിയതാണിത്. ഇതാണ് ഒരു സുപ്രഭാതത്തിൽ PV അൻവർ എത്തി അടിച്ചു മാറ്റാൻ പോകുന്നത്. മോദിക്കും സംഘപരിവാറിനുമെതിരെ പോരാടാൻ ഏറ്റവും കരുത്തനായ നേതാവ് പിണറായിയാണെന്ന വിശ്വാസം തള്ളിവെച്ചാണ് 2ാം ഭരണം നേടുന്നത്. ആ വിശ്വാസത്തിന്റെ അടിത്തറയാണ് അൻവർ ചില വിവാദങ്ങൾ ഉണ്ടാക്കി തകർത്ത് തലപ്പാവ് പിണറായിയെ തള്ളിമാറ്റി തലയിൽ ചൂടാനൊരുങ്ങുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരാനുള്ള സാഹചര്യം കൂടിയാണ് അൻവറിന്റെ ഇടപെടലിലൂടെ നിലംപരിശായിരിക്കുന്നത്. മുസ്ലിം സമുദായത്തെ വലിയ തോതിൽ ഇടതുപക്ഷത്തു നിന്നും അകറ്റാൻ അൻവറിന്റെ ഇടപെടൽ കാരണമായിരിക്കുകയാണ്. തീരെ പ്രതീക്ഷിക്കാത്ത നേട്ടമാണ് അൻവറിന്റെ വിപ്ലവം UDF-ന് ഉണ്ടാക്കി കൊടുത്തത്. അതിനാൽ തന്നെയാണ് ഈ വിവാദങ്ങൾക്ക് പിന്നിൽ അൻവർ മുഖ്യമായി കണ്ട പിണറായി RSS ബാന്ധവം നേരിട്ട് പറയാതെ VD സതീശനിലൂടെ പൊട്ടിക്കുന്നത്. ശക്തമായ രാഷ്ട്രീയ വിഭജനമാണ് അൻവർ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ മുസ്ലിം സമുദായം ഒന്നടങ്കം UDF-നൊപ്പം നിൽക്കും. 100 സീറ്റിലേറെ നേടി UDF-ന് അധികാരത്തിൽ വരാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് അൻവർ അക്ഷരാർത്ഥത്തിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. പിണറായിക്കും പിണറായിയുടെ ആഭ്യന്തരത്തിനും പോലീസിന് നേരെയും അൻവർ നടത്തിയ പോര് RSS-ന് എതിരായ യുദ്ധ പ്രഖ്യാപനമാണെന്ന് മലബാറിലെ മുസ്ലിം സമുദായം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അൻവറിനെ അവർ അംഗീകരിച്ചിരിക്കുന്നു. നന്ദി.